പഴയതുപോലെ പൊതുമുതൽ നശിപ്പിച്ചാൽ ജാമ്യം ലഭിക്കുക എളുപ്പമല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. അത്തരത്തിലൊരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത്. പക്ഷെ ഇത്തരം കേസുകളുടെ കാര്യങ്ങൾ എടുത്താൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള പൊതുമുതൽ നശിപ്പിച്ച കുറ്റങ്ങളും ബാക്കി കാര്യങ്ങളും അതിന്റെ ചരിത്രവും കൂടി വിശകലനം ചെയ്യേണ്ടി വരും. പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത സംഭവം കേരളം മുഴുവൻ ചർച്ച ചെയ്തു കഴിഞ്ഞു. സർക്കാർ ഖജനാവിന് 50,000 രൂപയുടെ നഷ്ടമുണ്ടാക്കിയത് മുതലുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളാണ് രാഹുലിനെതിരെ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇനിയുമുണ്ട് കേരളത്തിൽ പൊതുമുതൽ നശിപ്പിക്കലുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ. പണ്ടൊക്കെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പേരിന് മാത്രം കേസെടുക്കുകയും കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ വെറുതെ വിടുകയും ചെയ്യുന്നതായിരുന്നു പതിവ്. ശിക്ഷ കിട്ടില്ല എന്ന തോന്നലാണ് ഇത്തരം അക്രമങ്ങൾ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതും. പഠിക്കുന്ന കാലത്ത് തന്നെ പൊതുമുതൽ നശിപ്പിക്കുന്നതിൽ എങ്ങനെ പരിചയം നേടാമെന്നാണ് കുട്ടി നേതാക്കന്മാരും പഠിച്ചിട്ടുള്ളത്. എന്നാൽ നിയമങ്ങൾ കർശനമാക്കിയപ്പോൾ അതിൽ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. 2015 മാർച്ചിലാണ് നിയമസഭ അടിച്ചു തകർത്ത് 2.21 ലക്ഷം രൂപയുടെ നാശനഷ്ടം വരുത്തിയ കേസിൽ മന്ത്രി ശിവൻകുട്ടി അടക്കം 5 MLA-മാർക്ക് മേൽ കോടതി കുറ്റം ചുമത്തിയിരുന്നത്. അതുപോലെ 10 വർഷം മുൻപ് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിനിടയിൽ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ 12 പേർക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നു. മാർച്ചിനിടയിൽ പോസ്റ്റ് ഓഫീസിലെ കമ്പ്യൂട്ടറും ജനലും ഒക്കെ നശിപ്പിച്ചെന്നാണ് കേസ്. 2023 ജൂണിൽ, അതായത് 9 വർഷങ്ങൾക്ക് ശേഷം 12 പേരും നഷ്ടപരിഹാര തുകയായ 3,81,000 രൂപ സബ് കോടതിയിൽ അടയ്ക്കുകയുണ്ടായി. തുക അടയ്ക്കാൻ വൈകിയതിനാൽ പലിശയും കോടതി ചെലവുകളും ചേർത്താണ് തുക ഈടാക്കിയത്. നിയമസഭാ മാർച്ചിനിടയിൽ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ MP AA റഹീമിനും M സ്വരാജിനും 1 വർഷം തടവും കോടതി പിഴയും വിധിച്ചിരുന്നു. 2013 UDF സർക്കാരിന്റെ കാലത്തെ +2 കോഴയ്ക്കെതിരെയുള്ള പ്രതിഷേധമാണ് കേസിന് ആധാരം. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുറബിന്റെ വസതിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയതിനും പോലീസ് ബാരിക്കേഡുകളും വാഹനങ്ങളും തകർത്തതിനുമാണ് കേസ്. 1 വർഷം തടവും 5,000 രൂപ പിഴയുമായിരുന്നു MA റഹീമിനും M സ്വരാജിനും വിധിച്ചിരുന്നത്. എന്നാൽ എല്ലാവരും തന്നെ പണമടച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താണ് പൊതുമുതൽ നശിപ്പിക്കൽ? അതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് അതിന് ലഭിക്കുന്ന ശിക്ഷ? ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നത് എങ്ങനെയാണ്? പൊതുമുതൽ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമമാണ് PDDP ആക്ട് അഥവാ പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി ആക്ട്. 1984 ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. പ്രക്ഷോഭങ്ങളുടെയും ബന്ധുക്കളുടെയും ഹർത്താലുകളുടെയും മറ്റും പേരിൽ പൊതു സ്വകാര്യ സ്വത്തുക്കൾ വൻതോതിൽ നശിപ്പിക്കപ്പെട്ട സംഭവങ്ങൾ ഗൗരവമായി എടുത്ത് 2007 സുപ്രീം കോടതിയുടെ ബെഞ്ച് സ്വമേധയാ ഇതിനായി നടപടികൾ ആരംഭിക്കുകയായിരുന്നു. സ്വകാര്യ വസ്തുക്കൾക്ക് നാശം വരുത്തിയാൽ 1 വർഷം മുതൽ 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന തരത്തിലാണ് പുതിയ നിയമം രൂപീകരിക്കുകയെന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചത്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള വീടുകൾ, ഓഫീസുകൾ, വാഹനങ്ങൾ, പാർട്ടി ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവയ്ക്ക് സുരക്ഷ നൽകുന്നതിനായിട്ടാണ് പുതിയ നിയമം. ഇതിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് നിയമം കടുത്ത ശിക്ഷ ശുപാർശ ചെയ്യും. കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ചുമത്തിയ ശിക്ഷയ്ക്ക് പുറമെ പൊതു അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തിനുണ്ടായ നഷ്ടത്തിന് തുല്യമായ ഒരു തുക അടയ്ക്കാൻ ബാധ്യസ്ഥനായിരിക്കും. അതുപോലെ തന്നെ ഈ നിയമപ്രകാരം ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് ജാമ്യമില്ലായിരിക്കും. സമരത്തിന്റെ പേരിൽ സ്വകാര്യ മുതൽ നശിപ്പിച്ചാൽ ഇനി അഴി എണ്ണുകയും വേണം. ദ കേരള പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് പേയ്മെന്റ് ഓഫ് കോമ്പൻസേഷൻ ഓർഡിനൻസ് 2019 പ്രകാരം സമരത്തിനും പ്രതിഷേധത്തിനും ഇടയിൽ പൊതുമുതൽ നശിപ്പിച്ചാലായിരുന്നു ജാമ്യമില്ലാത്ത കേസുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ സ്വകാര്യ മുതൽ നശിപ്പിച്ചാലും സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ ജാമ്യമില്ലാ കേസ് എടുക്കുന്ന തരത്തിൽ പുതിയ ഓർഡിനൻസ് നിലവിൽ വന്നു. 5 വർഷമാണ് ഇപ്പോൾ തടവ് ശിക്ഷ. അറസ്റ്റിലായാൽ കേടുവരുത്തിയ സാധനങ്ങളുടെ വിലയുടെ പകുതി കെട്ടിവെച്ചാൽ മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ. സമരം, ഹർത്താൽ, ബന്ദ്, സമ്മേളനം തുടങ്ങിയവയൊക്കെ ഇതിന്റെ പരിധിയിൽ വരും. നിയമങ്ങളൊക്കെ കർശനമാക്കേണ്ടതുണ്ട്. നാളെ ബസ്സിന് കല്ലെറിയാനും പൊതുമുതലുകൾ നശിപ്പിക്കാനും ഒരുങ്ങുമ്പോൾ ഏത് പാർട്ടിയുടെ പ്രവർത്തകനും തോന്നണം സ്വന്തം പോക്കറ്റിൽ നിന്ന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്നും ആരുടെയും സ്വാധീനമൊന്നും വിലപ്പോവില്ലെന്നും.